നമസ്കാരം കൂട്ടുകാരെ, ശാലീന ടീച്ചറിൻ്റെ നിത്യതി നൃത്ത നാട്യ കലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ശ്രീലക്ഷ്മി മോളുടെ നൃത്ത ജീവിതത്തിലെ സന്തോഷകരമായ ഒരനുഭവം നിങ്ങളുമായിട്ട് ഒന്ന് പങ്കിടുകയാണ്. ശ്രീലക്ഷ്മിയുടെ അടുത്ത് ഓൺലൈനിൽ പഠിക്കുന്ന, പുറത്ത് ജോലി ചെയ്യുന്ന രമ്യ, ഞങ്ങളുടെ പ്രിയപ്പെട്ട രമ്യക്കുട്ടി. രമ്യയുടെ രംഗപൂജ നമ്മുടെ നിത്യതയുടെ നൃത്ത കളരിയിൽ വെച്ച് നടന്ന കുറച്ച് അനുഭവങ്ങളാണ് കൂട്ടുകാരുമായിട്ട് പങ്കിടുന്നത്. എല്ലാ അനുഗ്രഹത്തോടും കൂടി ചിലങ്ക കൊടുത്ത് രമ്യയ്ക്ക് വേണ്ട എല്ലാ അനുഗ്രഹവും ആശംസയും നൽകി നൃത്തച്ചുവടുകൾക്ക് ഒരുക്കം തുടങ്ങുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. പരസ്പരം കാണാതെ ഫോണിലെ ക്യാമറയിലൂടെ മാത്രമുള്ള ഒരു ബന്ധത്തിൽ അവർ ഇരുവരും, അതായത് ഗുരുവും ശിഷ്യയും, ഒരു വല്ലാത്ത സ്നേഹബന്ധവും അർപ്പണ ബന്ധവും തന്നെയാണ് സൃഷ്ടിച്ചെടുത്തത് കേട്ടോ. അതുകൊണ്ട് തന്നെ ആവാം വളരെ 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 മനോഹരമായിട്ടാണ് നമ്മുടെ രമ്യ രംഗപൂജയുടെ നൃത്തങ്ങളെല്ലാം തന്നെ അവതരിപ്പിച്ചത്. മേക്കപ്പ് ചെയ്ത് ഒരുക്കി ഇറക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തത് ശ്രീലക്ഷ്മി തന്നെയാണ്. പിന്നെ നമ്മുടെ നിത്യതിമാരെല്ലാം തന്നെ പൂർണ്ണ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രാവശ്യം രമ്യയെ പ്രത്യേകം അനുമോദിച്ചു. രമ്യയുടെ വീട്ടിലെ മകള്, ഹസ്ബൻഡ് എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും രമ്യയുടെ നൃത്തം കണ്ട് ഒരുപാടേറെ സന്തോഷിച്ചു. പിന്നെ നമ്മുടെ ശ്രീലക്ഷ്മി മോൾക്ക് നല്ല ടെൻഷനായിരുന്നു. ബാക്കി എല്ലാവരും തന്നെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ നിത്യതിയിലെ അടുത്ത സെക്കൻഡ് ബാച്ചിലുള്ള മക്കളും നിത്യതിമാരും എല്ലാവരുമായിട്ട് ഞങ്ങൾ വളരെയധികം സന്തോഷപൂർവ്വം ആ ചടങ്ങെല്ലാം തന്നെ കൊണ്ടാടി. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മുടെ രമ്യയുടെ ഭാവാഭിനയമായിരുന്നു കേട്ടോ. വളരെ മനോഹരമായിട്ട് എക്സ്പ്രഷൻ കൊടുത്ത് വളരെ നന്നായി താളത്തിന് നന്നായി രമ്യ അവതരണം നടത്തിയായിരുന്നു. ഒരധ്യാപിക എന്ന നിലക്ക് ശ്രീലക്ഷ്മിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അത്രയ്ക്ക് സന്തോഷമായിരുന്നു ശ്രീലക്ഷ്മിക്ക്. ആ ഒരു സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു. എൻ്റെ മക്കൾ ഇത്രയധികം വളർന്നുവല്ലോ, അവർ ഇത്ര മികച്ച രീതിയിൽ പഠന വിധേയമാക്കി ശിഷ്യരെ ഇത്രയും നല്ല രീതിയിലൊക്കെ ആക്കിയെടുത്തല്ലോ എന്നതോർത്ത് ഞാൻ ഒരുപാട് അഭിമാനിച്ചു. ഒപ്പം തന്നെ രമ്യയുടെ മകളും ഹസ്ബൻഡ്, അവരിൽ നിന്നെല്ലാം കിട്ടിയ ഒരുപാട് സപ്പോർട്ട് വലിയ കാര്യമായിരുന്നു. നമ്മുടെ ശ്രീലക്ഷ്മി മോള് എനിക്ക് ഗുരുദക്ഷിണ വെച്ചു. അതിനുശേഷം എല്ലാ ചടങ്ങുകളും നടത്തി രമ്യ അവളുടെ അധ്യാപികയായ ശ്രീലക്ഷ്മിക്ക് ഗുരുദക്ഷിണ നൽകി. വളരെ ഐശ്വര്യപൂർണമായിരുന്നു. അതിൻ്റെ സന്തോഷത്തിൽ തന്നെ ആയിരിക്കാം പ്രകൃതി ഒരു ആനന്ദത്തോടു കൂടി വലിയൊരു മഴ നൽകിയായിരുന്നു കേട്ടോ. ഭയങ്കര ഘോരമായ ശബ്ദത്തിൽ എന്നാൽ വളരെയധികം സന്തോഷം ലഭിക്കുന്ന മഴ നൽകി. ഒപ്പം മൊമെൻ്റോ ഒക്കെ കൊടുത്തു. ഞങ്ങളുടെ നിത്യതിയിൽ രംഗപൂജ അവതരണം നടത്തിയതിനുള്ള അഭിനന്ദനം എല്ലാം അറിയിച്ചു. എല്ലാവരും ഫാമിലിയോടെ ആയിട്ടും രമ്യ ഞങ്ങളെല്ലാവരുമായിട്ടും ഫോട്ടോയും ഒക്കെ എടുത്തു. ശരിക്കും നമ്മുടെ നിത്യതി നൃത്തനാട്യ കലാലയയുടെ നൃത്തക്കളരിയിൽ ഇവിടെ പാളയംകുന്നിലായിട്ട് നമ്മുടെ രമ്യ മോള് രംഗപൂജ നടത്തി. വളരെ മികച്ച രീതിയിൽ തന്നെ നൃത്തം ചെയ്തു എന്ന് പ്രധാനമായിട്ട് ഞാൻ പറയുന്നു. അപ്പോൾ രമ്യയുടെ അഭിപ്രായം ചോദിക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എൻ്റെ കുറേ വർഷത്തെ ആഗ്രഹമായിരുന്നു അരങ്ങേറണം എന്നുള്ളത്. ചെറുപ്പത്തിലേ തുടങ്ങി അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് എനിക്ക് അരങ്ങേറാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. ദൈവം എല്ലാത്തിനൊരു സമയം വച്ചിട്ടുണ്ടായിരുന്നു. അതിവിടെയാണ്. ഉറപ്പായിട്ട് നമ്മൾ ഗുരുവായൂർ ചെയ്യാൻ വെച്ചിരുന്നതാണല്ലേ. പക്ഷെ ടൈമിങ്ങിൻ്റെ കുറച്ചൊരു പ്രശ്നം കൊണ്ടാണ്. പക്ഷെ ഇനി വരുമ്പോഴത്തേക്ക് എല്ലാ വേദികളിലും ഇറങ്ങാൻ കഴിയണം. എങ്ങനെയുണ്ട്? നന്നായിരുന്നു ചേച്ചി. എൻ്റെ സൗണ്ടൊക്കെ പോയി. അയ്യോ, നന്നായിട്ട് ചെയ്തു. ചേച്ചി ഫസ്റ്റ് ഡാൻസ് കഴിഞ്ഞപ്പോഴേ എനിക്കിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ഒരു നിറവ് ഫീൽ ചെയ്തു. പണ്ടേ അറിയാൻ ചേച്ചി നല്ല എക്സ്പ്രഷൻ ഇട്ട് നന്നായിട്ട് ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉഴപ്പൊക്കെ കാണിക്കാറുണ്ട്. എങ്കിലും വന്നിങ്ങനെ എക്സ്പ്രഷൻ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് നിൽക്കുമായിരുന്നു. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ആദ്യ ടൈമിങ്ങിലെല്ലാം പഠിപ്പിച്ചത് അഭിരാമിയായിരുന്നല്ലേ? പിന്നെ അപ്പോൾ അഭിരാമിയിൽ തുടക്കം കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ അഭിരാമി ടീച്ചറിൻ്റെ കൂടെ അഭിപ്രായം അറിയണം. എങ്ങനെ ഉണ്ടായിരുന്നു രമ്യ? രമ്യ ചേച്ചി നന്നായിട്ടാണ് ചെയ്ത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു കാര്യത്തിൽ ടെൻഷൻ ഒട്ടുമില്ലായിരുന്നു. എക്സ്പ്രഷനിൽ നന്നായിട്ട് ചെയ്യുന്നു, എനിക്ക് ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ എക്സ്പ്രഷൻ്റെ സ്റ്റെപ്പും എല്ലാം സൂപ്പറായിരുന്നു. നന്നായിട്ട് ചെയ്ത് അടിപൊളിയായിരുന്നു. ഇത്രയും ദൂരെ നിന്ന് വന്ന് നമ്മുടെ നിത്യതിയിൽ ഇത്രയും ഒരു ചെറിയ സൗകര്യമാണെങ്കിലും നമ്മുടെ ഏറ്റവും ദൈവികമായ, ഞങ്ങൾ ഏറ്റവും സ്ഥാനം കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു സ്ഥലം. നമ്മുടെ ഈ നൃത്തക്കളരിയിൽ രംഗപൂജയ്ക്ക് തത്തുല്യമായ അവതരണം നടത്തിയ രമ്യയ്ക്ക് മനസ്സിൽ തട്ടിപ്പറയണ ഒരുപാട് അനുഗ്രഹവും അഭിനന്ദനവും. ഓക്കെ,
ഓക്കെ അല്ലേ? ഓക്കെ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഞാൻ എബ്രോഡാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം ജോലി കിട്ടുന്ന ആ ഒരു വരുമാനം കൊണ്ട് തന്നെ എനിക്ക് അരങ്ങേറണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതും കൂടി നടത്താൻ പറ്റി എനിക്ക്. ഉറപ്പായിട്ടും അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ചില സമയത്ത് കടന്നു പോകുന്ന ചില കാര്യങ്ങളിലൂടെ നമുക്ക് ചിലത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. അത് മോളൊരു പ്രൊഫഷൻ രീതിയിലല്ലെങ്കിലും പാഷൻ രീതിയിലെങ്കിലും നൃത്തത്തെ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇതിന് ചെയ്തു കഴിഞ്ഞാൽ ഇനി മുന്നോട്ട് ഏറ്റവും നല്ല രീതിയിൽ വരണം. ഏതെങ്കിലും ഒരു സമയത്ത് വീഡിയോയിൽ നല്ല ഒരുപാട് വേദിയിൽ നല്ലൊരു ഡാൻസൊക്കെ കഴിഞ്ഞ് നമുക്ക് എടുക്കാൻ കഴിയട്ടെ. ഓക്കെ? അതെ, അതുപോലെ തന്നെ പല പല സ്ഥലങ്ങളിൽ ഞാൻ ഓൺലൈനിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ അതൊന്നും നമുക്ക് അഫോർഡബിൾ ആയിരുന്നില്ല. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ കളിക്കുന്ന ഡാൻസ് കണ്ട് ഒത്തിരി പേര് ചേർന്നിട്ടുണ്ട് ഇവിടെ ഓൺലൈനിൽ. തീർച്ചയായിട്ടും. എങ്ങനെ അധ്യാപികയെ കുറിച്ചുള്ള അഭിപ്രായം? നല്ല ഒരു ഇതാണ് എനിക്ക് അതല്ല, നല്ല അഭിപ്രായമാണ്. രണ്ടുപേര് എനിക്ക് എടുത്തു പറയാൻ, രണ്ടുപേരും ഒരേ രീതിയിലാണ് എന്നെ കൈകാര്യം ചെയ്യുന്നത്. എല്ലാം പുറത്താക്കി പറയണ്ട. വേറെ നല്ല നല്ല കാര്യം. ഓക്കെ, അപ്പം എന്താ പറയാ, പേടിപ്പിക്കേണ്ട സ്ഥലത്ത് പേടിപ്പിച്ച് നിർത്താനും, കളിയാണെങ്കിൽ കളി, ആ ഒരു രീതിയിലാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അത് തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. എങ്ങനെയാണെങ്കിലും ഞാൻ എത്ര ജോലിയുടെ ഇടയ്ക്കാണെങ്കിലും മാക്സിമം ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. രമ്യ വളരെ മികച്ച രീതിയിൽ രംഗപൂജ ചെയ്തു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ഇനി ബാക്കി നമ്മുടെ മക്കളെല്ലാവരും കാണാനും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പ്രസാദമൊക്കെ കഴിച്ചിട്ട് പിരിയും. ഓക്കെ?